വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ ബാങ്കിങ് എക്സാംസിന് ഇനി വരാൻ പോകുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള എക്സാം SBI ക്ലർക്കിന്റെയും SBI POയുടെ എക്സാം ആണ്. അപ്പൊ SBI ക്ലർക്ക് SBI PO എക്സാം ടാർഗറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ സെക്ഷൻ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സബ്ജക്ട്സിൽ നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ്, ഇതൊക്കെ ഒരു ഒന്ന് രണ്ട് വീഡിയോസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ജനറൽ ഐഡിയാസ്, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ഐഡിയാസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടാൽ മതി. ഓരോ എക്സാമിനെ പറ്റിയും ഓരോ എക്സാമിന്റെയും ഓരോ ടോപ്പിക് വൈസ് മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ച് സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക, ഇതാണ് ടാർഗറ്റ്. കാരണം കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് ഇനി പഠിച്ചു തീർക്കാനായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്, SBI ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. SBI ക്ലർക്കിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അരിത്തമെറ്റിക് സെക്ഷനിലെ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റൻ ആണ്. അറിയാലോ, അരിത്തമെറ്റിക് സെക്ഷനിൽ ഈ ടൈം ആൻഡ് വർക്ക് എന്നൊക്കെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് രണ്ട് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആവറേജ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററുകൾ പോകുന്നത്. ബാക്കിയുള്ള സെക്ഷൻസ് DI, മിസ്സിംഗ് നമ്പേഴ്സ്, അങ്ങനെയുള്ളതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ A can do a work in 24 days and B can do the same work in 18 days. If A start work alone and after 4 days B joined them, then find how many days total work will be completed എന്നാണ് ക്വസ്റ്റ്യൻ. ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എഫിഷ്യൻസി മെത്തേഡിലാണ് ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. LCM എടുത്തിട്ട് വർക്ക് അസ്യൂം ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ്സുകൾ SSCക്കും റെയിൽവേക്കും ഒക്കെ എടുത്ത ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലുകളിലുണ്ട്, SSC റെയിൽവേ ചാനലിലുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു പഠിക്കാം. അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ് എല്ലാത്തിനും ടൈം ആൻഡ് വർക്കിന് ബാങ്കിന് ഒരു കൺസെപ്റ്റ്, SSCക്ക് ഒരു കൺസെപ്റ്റ് അങ്ങനെയൊന്നും ഇല്ല. സെയിം ചാപ്റ്റേഴ്സ് ആണ്, സെയിം കോൺസെപ്റ്റ് ആണ്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്ന് എല്ലാ എക്സാമിനും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരാൾക്ക് ബാങ്കിന്റെ ഈ ഒരു എക്സാമിന്റെ ഈ അരിത്തമെറ്റിക് സെക്ഷൻ ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ വൃത്തിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. A can do a work in 24 days. Aക്ക് ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം വേണം അല്ലെ? Aക്ക് ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം വേണം. അങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. Aക്ക് ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം വേണം. എന്നാൽ ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ 18 ദിവസം വേണം. ബിക്ക് ഒരു വർക്ക് ചെയ്യാനാണെങ്കിൽ 18 ദിവസം വേണം. ഓക്കെ, ഇഫ് A start work alone, A ആണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, 4 ദിവസം കഴിഞ്ഞിട്ടാണ് B ജോയിൻ ചെയ്തത്. A ആണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതെങ്കിൽ ആ 4 ദിവസം A മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് B ജോയിൻ ചെയ്തത്. അപ്പൊ 4 ദിവസം A മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ക്ലിയർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് Aയും Bയും കൂടെ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്? മനസ്സിലായി? ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? A 4 ദിവസം ചെയ്തു, Aയും Bയും കൂടെ കുറച്ച് ദിവസം ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര ദിവസം എടുത്തു? ക്ലിയർ ആണല്ലോ? ചോദ്യം ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. A 24 ദിവസം കൊണ്ട് ചെയ്യുന്നവർക്ക് B 18 ദിവസം കൊണ്ട് ചെയ്യുന്നു. സോ വർക്ക് അസ്യൂം ചെയ്തു. 24ന്റെയും 18ന്റെയും LCM ആണ് വർക്ക് ആയിട്ട് അസ്യൂം ചെയ്യണം. 24ന്റെയും 18ന്റെ LCM. 24ന്റെയും 18ന്റെ LCM കണ്ടുപിടിക്കാൻ 24ന്റെ മൾട്ടിപ്പിൾസ് വെച്ച് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം? 24ന്റെയും 18ന്റെ LCM ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുകയും ചെയ്യാം. 24 എഴുതി 18 എഴുതി LCM എടുത്ത് ചെയ്യാം. 6 4 6 3 ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി അല്ലെ? ദാറ്റ് ഈസ് 18 into 4 അല്ലെങ്കിൽ 24 into 3 എത്ര വരും? 72. അപ്പൊ 24ന്റെ 3 മടങ്ങ് എടുത്താൽ 24 48 72 അങ്ങനെയാണ് 24ന്റെ മൾട്ടിപ്പിൾസ് പോകണം അല്ലെ? അത് 24 18ന്റെ മൾട്ടിപ്പിൾ അല്ല, 48 18ന്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷെ 72 എന്താണ്? 18ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 24 into 3 ആണ് 72, 18 into 4 ആണ് 72. മനസ്സിലായോ? അപ്പൊ എയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടെ എഫിഷ്യൻസി 4 ആണ്. അപ്പൊ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാവർക്കും അറിയാലോ. A 3 വർക്ക് വെച്ചാ ദിവസം ചെയ്യുന്നത്,
എ 3 വർക്ക് വെച്ചിട്ടാണ് ഒരു ദിവസം ചെയ്തത്. അങ്ങനെ എ എത്ര ദിവസം ചെയ്തു? എ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞാ ബി ജോയിൻ ചെയ്ത്. അപ്പൊ 4 ദിവസം എ മാത്രമായിട്ട് ഒരു ദിവസം 3 വർക്ക് വെച്ച് 12 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. 4 ദിവസം എ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 4 ദിവസം ആയേ. 4 ദിവസം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ 4 × 3 12 വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ. എ ഒരു ദിവസം 3 വർക്ക് വെച്ച് 4 ദിവസം, ഒരു ദിവസം 3 വർക്ക് വെച്ച് 4 ദിവസം കൊണ്ട് 12 വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി ഇനി 72 വർക്കില് 12 വർക്ക് കംപ്ലീറ്റ് ആയില്ലേ. ബാക്കി ഇനി 60 വർക്കല്ലേ ഉള്ളേ. ഈ 60 വർക്ക് എയും ബിയും കൂടെ ഒരുമിച്ചല്ലേ ചെയ്യുന്നേ. എയും ബിയും കൂടെ ഒരുമിച്ചല്ലേ. എയും ബിയും കൂടെ ഒരുമിക്കുവാണെങ്കിൽ 7 വർക്ക് പെർ ഡേ ചെയ്യത്തില്ലേ. 7 വർക്ക് പെർ ഡേ ചെയ്യില്ലേ. കാരണം 3 വർക്ക് എയും ചെയ്യും, 4 വർക്ക് ബിയും ചെയ്യും. അപ്പൊ 7 വർക്ക്, ഒരു ദിവസം 7 വർക്ക് വെച്ച് കംപ്ലീറ്റ് ആവും. അങ്ങനെ എത്ര ദിവസം എടുക്കും? 60/7 ചെയ്ത് നോക്കി. 60 വർക്കാണ് തീരേണ്ടത്. ഒരു ദിവസം 7 എണ്ണം വെച്ച് എത്ര എണ്ണം പോവും? 8, 7, 56 ബാലൻസ് പോകും. 8 × 7 56 ബാലൻസ് മുകളിൽ എഴുതിയാൽ മതി. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാലോ, അത് ചെയ്താൽ മതി. അപ്പൊ 8 × 7 56 പ്ലസ് 4 60 എന്ന് വരും. അപ്പൊ 8 4/7 ഡേയ്സും കൂടെ വരും. 8 4/7 ഡേയ്സും കൂടെ വരും. 8 4/7 എന്ന് വെച്ചാൽ 8 പ്ലസ് 4/7. അപ്പൊ 8 ഉം 4 ഉം 12, പിന്നെ ഒരു 4/7. അപ്പൊ ആൻസർ ഈ 4/7 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിന്റെ എല്ലാ എക്സാമിനും പാർട്ണർഷിപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ കാണും, ഏജ് എന്നൊരു ക്വസ്റ്റ്യൻ കാണും, റേഷ്യോ എന്നൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായ ഒരാൾക്ക് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ കിട്ടും, ഏജസിന്റെ ക്വസ്റ്റ്യൻ കിട്ടും, പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ കിട്ടും. 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ആ 3 ചാപ്റ്റർ കണക്റ്റഡ് ചാപ്റ്റർ ആണ്. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രോബ്ലംസ് ഓൺ ഏജസ്, പാർട്ണർഷിപ്പ്, പിന്നെ റേഷ്യോ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. P invested ₹21,000 in a business and after a few months Q joined him with ₹28,000 at the end of a year. At the end of a year, profit share of P and Q is equal. Find after how many months P joined the business. ഇതിന്റെ സൊല്യൂഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് SSC, RRB, ബാങ്ക് എക്സാംസിന്റെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ദിശ അക്കാഡമിയിൽ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിൽ നമുക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ കൊല്ലം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂർ ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആണ് നിങ്ങളുടെ പ്ലേസ് എങ്കിൽ ഓഫ്ലൈൻ പഠിക്കാൻ താല്പര്യമുണ്ട്, ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്വസ്റ്റ്യൻ. P invested ₹21,000 in a business. After few months, Q joined him എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പിയും ക്യൂവും നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ P 21,000 Q എന്താ 28,000 ആണ്. 1000 ഞാൻ കളഞ്ഞു, 21,000 മനസ്സിൽ പറഞ്ഞാൽ മതിയല്ലോ, 1000 എന്ന് എഴുതാണ്ടല്ലോ. അപ്പം പിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് 21,000 ആൻഡ് ക്യൂവിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് 28,000. So P invested 21,000 in a business and after few months Q joined with him with the ₹28,000. പക്ഷെ at the end of the year profit share of P and Q is equal. At the end of the year എന്ന് പറയുമ്പോൾ P എത്ര ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്? P 12 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തല്ലേ. P ആദ്യമേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ആര് ജോയിൻ ചെയ്തത്? Q ജോയിൻ ചെയ്തത്. അപ്പം P എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ₹21,000 12 മന്ത്സിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി Q എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് കൊടുക്കുക. ഫൈൻഡ് ആഫ്റ്റർ ഹൗ മെനി മന്ത്സ് P joined the business എന്നാ ചോദ്യം. അപ്പൊ 12 മാസത്തിൽ എത്ര മാസം കഴിഞ്ഞിട്ടാണ് B ജോയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 - X ചെയ്താൽ മതി. കാരണം X മാസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ Q. മനസ്സിലായോ? സോ ഫൈനലി എക്സ് അല്ല നമ്മുടെ ആൻസർ, 12 - X ആ. ഞാൻ ആദ്യമേ അത് നോട്ട് ചെയ്ത് വെക്കാൻ കാര്യം, നമ്മളൊരു എക്സ് എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങുമ്പോൾ എക്സിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എക്സ് ഓപ്ഷനിൽ എടുത്ത് എഴുതാൻ ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട്
ക്യൂ എത്ര മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിന്റെ ആൻസർ ആണ് എക്സ്. ക്യൂ എത്ര നാൾ കഴിഞ്ഞാൽ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ ക്യൂ 6 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്തത്. ക്യൂ ഒരു 8 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ക്യൂ 4 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്തത്. ക്യൂ ഒരു 9 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ക്യൂ 3 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്തത്. 3 മാസം കഴിഞ്ഞ് ബാക്കി 9 മാസത്തേക്ക് ആര് വർക്ക് ചെയ്തുള്ളൂ? 3 മാസം പി മാത്രമേ ഉള്ളായിരുന്നു. ക്യൂ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ 9 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പിയുടെ ഇൻവെസ്റ്റ്മെന്റ് 21:28 ആണ്. നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്ത 3:4 എന്ന് കിട്ടും. 3:4 എന്ന് കിട്ടും. ഇൻവെസ്റ്റ്മെന്റും ടൈമും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ് പ്രോഫിറ്റ് എപ്പോഴും കേട്ടോ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. ഇതിൽ ഇട്ട് തന്നെ കട്ട് ചെയ്യാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതുവാണ്. ലാസ്റ്റ് അതായത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തവർ ഈ 4ഉം 12ഉം ഒക്കെ വിട്ടിട്ട് തന്നെ കട്ട് ചെയ്യും. ഇനി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുവാണ്. 3:12 ഇവിടെ എഴുതി, 4x ഇവിടെ എഴുതി. കണ്ടോ, ഇൻവെസ്റ്റ്മെന്റിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ് പ്രോഫിറ്റ്. സോ 3ഉം 4ഉം 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ 9:x എന്ന് വന്നു. ഇനി പ്രോഫിറ്റ് ഈക്വൽ എന്ന് പറഞ്ഞാൽ 9:9 എന്ന് വരണ്ടേ? പ്രോഫിറ്റ് 9 ആണ് ഇയാൾക്ക് കിട്ടിയെങ്കിൽ ഇയാൾക്ക് 9 കിട്ടിയേക്കുന്നത്. പ്രോഫിറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് എന്ത് വരും? 9 വരും. അപ്പൊ 12 - 9 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ആര് ജോയിൻ ചെയ്തത്? ബി ജോയിൻ ചെയ്തത്. ഇത് 9 മാസത്തേക്കാണ് ബിയുടെ ഷെയർ ഉണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ്, ആ 1 ഇയറിൽ 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ബി ജോയിൻ ചെയ്തത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. എപ്പോഴും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പാർട്ണർഷിപ്പിൽ നിന്ന് എപ്പോഴും ചോദ്യമുണ്ട്. എല്ലാവരും സ്കോർ ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പൊ പാർട്ണർഷിപ്പ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് പഠിക്കാനില്ല, ഒത്തിരി പഠിക്കാനൊന്നും ഇല്ല. പാർട്ണർഷിപ്പ് 1, 2, 3 ടൈപ്പേ ഉള്ളൂ ആകെ പാർട്ണർഷിപ്പ്. അപ്പൊ ആ 3 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആണെന്നേ ഉള്ളൂ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈസി ആണ്. അപ്പൊ ഓൺലൈൻ കോഴ്സിന്റെയും ഓഫ്ലൈൻ കോഴ്സിന്റെയും കാര്യം മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mark price of an article is ₹800. So, ₹800. And shopkeeper allow a discount of 10% on it. Mark price 800 ആയിരുന്നു, അതിലൊരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. If shopkeeper made a profit of 20% on selling the article, then find the cost price of the article. എപ്പോഴും ആലോചിക്കുക, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, മാർക്ക് പ്രൈസ്, ഡിസ്കൗണ്ട്. ഇത് നാലിനെയും കണക്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് പ്രൈസ്, മാർക്ക് പ്രൈസ്, പ്രോഫിറ്റ്, ഡിസ്കൗണ്ട്. അപ്പൊ മാർക്ക് പ്രൈസും ഡിസ്കൗണ്ടും പ്രോഫിറ്റും തന്നിട്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യം. തിരിച്ചും കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും ഡിസ്കൗണ്ടും തന്നിട്ട് മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും, അല്ലെങ്കിൽ ഇതിലൊരു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും, അല്ലെങ്കിൽ ഇതിലൊരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. CPP is equal to MPD. CPP is equal to MPD. Cost price into profit is equal to mark price into discount. Cost price into profit is equal to mark price into discount. Cost price അറിയില്ല. Profit 20% ആണെന്ന് പറയുന്നുണ്ട്. Profit 20% ആണെന്ന് പറയുന്നുണ്ട്. Profit ആയതുകൊണ്ട് അത് ലോസ് ആവാലോ. CPP യിൽ P ഒരു ലോസ് ആവാലോ. അതുകൊണ്ട് 20% പ്രോഫിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി 100 + 20 വേണം ഇവിടെ എഴുതാൻ. മറന്നു പോകരുത്, 20 എടുത്ത് എഴുതരുത്, 100 + 20 എഴുതണം. അതുപോലെ മാർക്ക് പ്രൈസ് എത്രയാണ്? 800. ഡിസ്കൗണ്ട് 10%. ആ 10% അതുപോലെ എഴുതാൻ പറ്റുമോ? എങ്ങനെയാ എഴുതണ്ടേ? ഡിസ്കൗണ്ട് 10% എന്ന് പറഞ്ഞാൽ നമ്മൾ 90 എഴുതിയാൽ മതി. സോ നമ്മുടെ ആൻസർ ആയി CP is equal to 800 into 90 by 120. 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 4 3 ഉണ്ട്. 4 ഇവിടെ കട്ട് ചെയ്തു 200, 3 ഇവിടെ കട്ട് ചെയ്തു 3. സോ നമുക്ക് 600 rupees കിട്ടും. ആൻസർ ഓപ്ഷൻ D, ₹600. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ചോദ്യങ്ങളെല്ലാം ഈസിയാണ്. എല്ലാ ടൈപ്പും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എല്ലാ ടൈപ്പ് അറിയണം. ഒരുപാട് ടൈപ്പ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പ്രോഫിറ്റും ലോസും വരുന്ന കുറെ ടൈപ്പ് ഉണ്ട്. ഡിസ്കൗണ്ട് മാത്രം വരുന്ന കുറെ ടൈപ്പ് ഉണ്ട്. ഇതുപോലെ പ്രോഫിറ്റും ഡിസ്കൗണ്ടും കമ്പൈൻ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ ആ ടൈപ്പുകളെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിലോ ഓഫ്ലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാ ടൈപ്പും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പാർട്ട് ഉണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ
എക്സാം ഹോളിൽ സ്പീഡായിട്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസും PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പെർസെന്റേജ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സ്കൂൾ total 360 students pass the exam, while 60% of total boys pass the exam and 40% of total girls pass the exam. If 66 2/3 not 66 2/3% of total passed boys is 160, then find the total students in the class. 66 2/3% 160 ആണ്. ബോയ്സിന്റെ എണ്ണത്തിനൊക്കെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പാസ്ഡ് ബോയ്സ് 160 ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് എന്നാണ് ക്വസ്റ്റ്യൻ. 360 പേരാണ് ടോട്ടൽ പാസ് ആയത് അല്ലെ. അതിൽ 60% ബോയ്സ് ആണ്, 40% ഗേൾസ് ആണ്. ഓക്കെ, ഇനി അതിൽ തന്നെ 66 2/3% എന്ന് പറഞ്ഞാൽ 160 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 66 2/3% 160 ആണെങ്കിൽ 60% എത്രയാണെന്ന് കിട്ടും? ബാക്കി 360 40% എത്രയാണെന്ന് കിട്ടും? അതിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കുക അല്ലെ. ബോയ്സിന്റെ സെപ്പറേറ്റ് ചെയ്യണം, ഗേൾസിന്റെ സെപ്പറേറ്റ് ചെയ്യണം, ആഡ് ചെയ്തെടുക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്ലാസ്സിൽ 360 സ്റ്റുഡൻസ് ആണ് എക്സാമിന് പാസ്സായത്. അപ്പൊ അതിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അപ്പൊ പാസ്സായ ഗേൾസും പാസ്സായ ബോയ്സും കൂടെ ചേർന്നാണ് 360. ഞാൻ പറയുന്നത് ടോട്ടൽ ബോയ്സ് എക്സ് ആണെന്ന് വെച്ചോ. ടോട്ടൽ ബോയ്സിന്റെ എണ്ണം എക്സ് ആണെങ്കിൽ ആ ടോട്ടൽ ബോയ്സിന്റെ 60% എന്ന് പറയുമ്പോൾ 3/5, 20% 1/5 ആണ്, 40% 2/5 ആണ്, 60% എന്ന് പറയുമ്പോൾ 3/5. അപ്പൊ എക്സിന്റെ 3/5 ആണ് എന്തായത് ടോട്ടൽ ബോയ്സിന്റെ പാസ്സായവരുടെ എണ്ണം. ടോട്ടൽ ബോയ്സിൽ 3/5 പാസ്സായി. ഇനി പാസ്സായവരിൽ 66 2/3%, 33 1/3% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/3 ആണെന്ന്. അതുപോലെ 66 2/3 ഡബിൾ എന്ന് പറയുന്നത് 2/3 ആണ് അല്ലെ. അപ്പം ഈ പാസ്സായവരുടെ 2/3 പോർഷൻ എന്ന് പറയുന്നത് 160 ആണ്. അപ്പം 3യും 3യും ക്യാൻസൽ ആയിട്ട് x is equal to 400 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ബോയ്സ് കിട്ടി. ഈ ടോട്ടൽ ഗേൾസും കൂടെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ടോട്ടൽ ബോയ്സ് കിട്ടി അല്ലെ. ടോട്ടൽ ബോയ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. 400 പേരാണ് ടോട്ടൽ ബോയ്സ് ഉള്ളത്. ഇനി ഗേൾസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ പാസ്സായ ബോയ്സിന്റെ കേസ് പറയുന്നത് വെച്ചാൽ 2/3 ആണ്. അതിൽ 2 എന്ന് പറയുന്നതാണ് 160 അല്ലെ. 2/3 എന്ന് പറഞ്ഞാൽ 66 2/3% എന്ന് പറഞ്ഞാൽ 2/3. 3ൽ 2 പേര് എന്ന് പറയുന്നത് 160 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 240 അല്ലെ. ടോട്ടൽ ബോയ്സ് പാസ്ഡ് എന്ന് പറഞ്ഞാൽ 240 പേരല്ലേ. 360ൽ 240 പേര് പാസ് ആയത്. ക്ലിയർ ആണോ? കാരണം 66 2/3 എന്ന് പറഞ്ഞാൽ 2/3. 3ൽ 2 പേര് പാസ്സായി. 3 പേരാണ് ടോട്ടൽ പാസ്സായതിൽ 2 പേരാണ് 160 തന്നേക്കുന്നത്. ടോട്ടൽ പാസ്സായ ആൾക്കാരുടെ 66 2/3% ആണ് 160. അപ്പൊ ടോട്ടൽ പാസ്സായവർ 3 ആണെങ്കിൽ അതിൽ 2 എന്ന് പറയുന്നത് 160 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ടോട്ടൽ 3 പേര് പാസ്സായെങ്കിൽ അതിൽ 2 എന്നുള്ളത് 160 ആണ്. സോ 3 എന്ന് പറയുന്നത് 240 ആണ്. സോ 360 പേര് പാസ്സായതിൽ 240 പേരും ബോയ്സ് ആണ്. ബാക്കി 120 ആണ് ഗേൾസ്. പാസ്സായ ഗേൾസിന്റെ എണ്ണം 120. അത് 40% ആണെന്ന് പറയുന്നുണ്ടല്ലോ. 40% എന്ന് പറഞ്ഞാൽ 2/5. അതായത് 2 ആണ് 120. അപ്പം into 60 അല്ലേ. അപ്പൊ ഇവിടെ into 60 ചെയ്താൽ മതി 300. പാസ്സായ ഗേൾസിന്റെ എണ്ണം 300. സോ 400 plus 300 ചെയ്താൽ മതി. ആൻസർ 700. പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കി വേണം ചെയ്യാൻ. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ന്യൂമറേറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ക്ലിയർ ആയിട്ട് അറിയാവുന്നവർക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സാം ഹാളിൽ എപ്പോഴും ഷോർട്ട് കട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 2/3 2 ഇത്രയാണ്, അപ്പൊ 3 എത്ര, അല്ലെങ്കിൽ അവനെ അങ്ങനെ ചെയ്ത് പോകണം. 2/5 2 ഇത്രയാണ്, 5 എത്ര, അങ്ങനെ ചെയ്ത് വേണം നമ്മൾ ആൻസർ എത്താൻ. അല്ലാതെ ടോട്ടൽ ഗേൾസ് വീണ്ടും ഒരു എക്സ് കൊടുത്തിട്ട് അങ്ങനെ എക്സ് എക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടി
മാക്സിമം ഒഴിവാക്കുക. ആദ്യത്തെ ഒരു പകുതിയോളം ഞാൻ എക്സെറ്റാ ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു. ഫ്രാക്ഷൻ മാത്രം ആലോചിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു സ്റ്റെപ്പ് ഞാൻ എക്സെറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. എക്സും വൈ ഒന്നും യൂസ് ചെയ്തില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ചെയ്ത് നോക്കണം. ഓപ്ഷൻ ഇ 700 ആണ് ആൻസർ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അടുത്ത ചോദ്യം. Sum of the squares of three consecutive odd numbers, sorry, consecutive numbers, odd and even consecutive numbers. Sum of the squares of three consecutive numbers is 1085. Find the largest number എന്നാണ് ചോദ്യം. ലാർജസ്റ്റ് നമ്പർ കോൺസിക്യൂട്ടീവ് നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്ക്വയറിന്റെ സം 1085 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷനിൽ നിന്ന് പോവാം അല്ലെ? ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ പോവാം. 19 ലാർജർ നമ്പർ ആണെങ്കിൽ 17, 18, 19 ആവും അല്ലെ? അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് പോവാം. ഓപ്ഷനിൽ നിന്ന് പോകുമ്പോൾ 17ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9-ലല്ലേ അവസാനിക്കുന്നത്. 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4-ലല്ലേ അവസാനിക്കുന്നത്. 9ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1-ലല്ലേ അവസാനിക്കുന്നത്. 9 1 10 4 14 കിട്ടൂ. അപ്പൊ ആ ഓപ്ഷൻ തെറ്റല്ലേ? ഇനി 20 ആണ് ആ വലിയ നമ്പർ എങ്കിൽ വീണ്ടും 0-ലെ എൻഡ് ചെയ്യുന്നതല്ലേ. അപ്പം 4 1 5 അതൊരു ഓപ്ഷൻ ഉണ്ട്. 18 19 20 ആവാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്താൽ 18 19 20 ആവാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ 19 20 21 വരുമോ? വീണ്ടും സം 2 അല്ലേ വരൂ. 22 വരുമോ? 22 ഈ 19 20 21 22 വന്നു കഴിഞ്ഞാൽ ഇത് 4 ഇതൊന്നും അതും ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ 1085 ആയിരിക്കണം. 1085 ആയിരിക്കണം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം. ഓക്കെ, ഒന്നുകിൽ 18 19 20 അതിൽ 20 ആണ് ലാർജസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ 20 21 22നും യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ 20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 ആണ്. 400 3 ടൈംസ് വരുമ്പോൾ തന്നെ 1200 വരും. അപ്പൊ ഇതല്ല, ഇത് തന്നെയായിരിക്കും ആൻസർ. അപ്പൊ ആൻസർ 20 എന്ന് എഴുതാം. ജസ്റ്റ് വിത്തിൻ സെക്കൻഡ് ചെയ്യുന്ന പരിപാടി ഇതാണ്. ജസ്റ്റ് ഓപ്ഷനിൽ പോയി എഴുതാം. എങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെക്ക് ചെയ്തു. 18 19 20. വലിയ സംഖ്യ 20 ആണെങ്കിൽ തൊട്ട് മുന്നുള്ള സംഖ്യ 19 വരും. അതിന് മുന്നുള്ള സംഖ്യ 18 വരും. 18ന്റെ സ്ക്വയർ 4-ൽ അവസാനിക്കുന്നത്. 9ന്റെ സ്ക്വയർ 1-ൽ അവസാനിക്കുന്നത്. 20ന്റെ സ്ക്വയർ 0-ൽ അവസാനിക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 5 വരുന്നു എന്ന് നോക്കി. യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന നമ്പർ നോക്കി സെലക്ട് ചെയ്തു. അപ്പൊ ആൻസർ 20 കൺഫേം ചെയ്തു. ഓക്കെ, അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? എക്സ് ഇട്ട് കൊടുക്കണം അല്ലെ. എക്സ് ഇട്ട് കൊടുത്തും ചെയ്യാം. എന്താ, മിഡിൽ നമ്പർ എക്സ് കൊടുക്കുവാണെങ്കിൽ വലിയ നമ്പർ എക്സ് പ്ലസ് 1 ആയിരിക്കും. ചെറിയ നമ്പർ എക്സ് മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്ന പരിപാടി. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, പിന്നെ ഇത് എക്സിന്റെ സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ a minus b the whole square plus a plus b the whole square എന്ന് പറഞ്ഞാൽ 2 into a square plus b square ആണ്. So 2 into x square plus 1 എന്ന് വരും. പിന്നെ ഒരു x square is equal to 1085 എന്ന് വരും. So 3x square is equal to 1084 വരും. x square is equal to ഇവിടെ 2 അല്ലേ. a square plus ഇക്വേഷൻ ഒക്കെ അറിയണം. ഇതിനേക്കാളും മറ്റേതാണ് എളുപ്പം. a square plus b square plus a plus b the whole square plus a minus b the whole square 2 into a square plus b square ആണ്. 2 into a square എന്ന് പറയുമ്പോൾ x square, 2 into b square എന്ന് പറയുമ്പോൾ 2 വരും. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1083. ഇനി ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 into 3 9, 6 into 3 18, 1 into 3 361 എന്ന് വരും. സോ x എത്ര വരും? 19 വരും. സോ x plus 1 എന്ത് വരും? 20 വരും. സോ ആൻസർ എഴുതാം. ഇതൊരു നോർമൽ മെത്തേഡ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ എപ്പോഴും ആലോചിക്കുക, നല്ലൊരു മെത്തേഡ് ഓപ്ഷൻ ത്രൂ പോണതാണ്. ഓപ്ഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഓപ്ഷനിൽ നിന്ന് എഴുതിയാൽ മതി, അതാണ് നല്ലത്. ആൻസർ 20 ആണ്. 18 19 20യുടെ സ്ക്വയർ വരും 1085. യൂണിറ്റ് ഡിജിറ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്തോ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 students, Riya, Ram, Pooja, got total 74 marks in an exam. The ratio of marks obtained by Riya to Pooja is 4:5, and the ratio of marks obtained by Pooja to Ram is 3:2.
ഫൈൻഡ് ദ ടോട്ടൽ മാർക്സ് സ്കോർ ബൈ റാം എന്നാണ് ക്വസ്റ്റ്യൻ. 3 സ്റ്റുഡൻസ് ഉണ്ടല്ലേ, റിയ ഉണ്ട്, റാം ഉണ്ട്, പൂജ ഉണ്ട്. 3 students, Riya, Ram and Pooja got 74 marks. അല്ലെ ടോട്ടൽ കിട്ടിയത് 74 മാർക്കാണ്. ഇനി റിയയ്ക്കും പൂജയ്ക്കും കിട്ടിയ മാർക്കിന്റെ റേഷ്യോ 4:5 ആണ്. അത് നമുക്ക് എഴുതാം. റിയ പൂജ മാർക്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. അതുപോലെ പൂജ റാം ഇവരുടെ മാർക്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇവിടെ 5 ഇവിടെ 3. നമുക്ക് റേഷ്യോ ഈക്വൽ ആക്കിയാൽ ഇവിടെ 15 വരും, ഇവിടെ 12 വരും. അതായത് ഞാൻ ഈ ഒരു റേഷ്യോയെ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഈ റേഷ്യോയെ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 15, ഇവിടെ 10 വരും. അതായത് റിയ, റാം, റിയ, പൂജ ആ റേഷ്യോ എന്ത് വരും? രാമിന്റെ മാർക്ക് 10 ആണെങ്കിൽ റിയയുടെ മാർക്ക് 12 ആയിരിക്കും, പൂജയുടെ മാർക്ക് 15 ആയിരിക്കും. അപ്പൊ ആ റേഷ്യോ അങ്ങനെ ചെയ്യാൻ പറ്റും. റേഷ്യോ കമ്പൈൻ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. റേഷ്യോ കമ്പൈൻ ചെയ്യാൻ ഇപ്പം റിയ, പൂജ, രാം റേഷ്യോ കമ്പൈൻ ചെയ്യാൻ 4:5 റിയയും പൂജയും 5 റിപ്പീറ്റ് ചെയ്തു. 3:2 പൂജ, രാം 3 റിപ്പീറ്റ് ചെയ്തു. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ കട്ട് ചെയ്യാൻ? ഇല്ല. അപ്പം 12, 15, 10 ഇങ്ങനെ റേഷ്യോ ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ പൂജയെ റേഷ്യോ ആണ്, പൂജയാണ് ഇവിടെ രണ്ടത് കോമൺ ആയിട്ട് വന്ന് ആളുടെ റേഷ്യോ ഈക്വൽ ആക്കിയിട്ടും ചെയ്യാം. എനിവേ റാം, റിയ, പൂജ റേഷ്യോ 10:12:5 15 വന്നു. സോ ടോട്ടൽ എത്ര വരും? 37 വരും. 37ന്റെ ഡബിൾ അല്ലേ 74. ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ടോട്ടൽ മാർക്സ് സ്കോർ ബൈ റാം. രാമിൻ്റെത് കണ്ടുപിടിക്കാൻ അതിന്റെ ഡബിൾ കണ്ടുപിടിച്ചാൽ മതി 20. കാരണം ഇവിടെ × 2 ആണെങ്കിൽ ഇവിടെ × 2. സോ ആൻസർ 20 ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻസും SBI ക്ലർക്ക് ആയിരുന്നേ എന്നിട്ട് ചോദിച്ചേ ഈസി ലെവൽ ക്വസ്റ്റ്യൻ, വെരി ഈസി ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ടൈം മാനേജ്മെന്റ്, ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ആവാതെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ചെയ്യാം. ടഫ് ക്വസ്റ്റിനകത്ത് ഒരുപാട് സമയം കളയാതെ. കാരണം 20 മിനിറ്റ്സ് ഒരു ടൈം കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് എക്സാം നടത്തുന്നത്. അപ്പം ഈ ഒരു ടൈമിന്റെ പ്രശ്നം വരും. നമ്മൾ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. The speed of boat in still water is 12 km/h. If time taken by the boat to cover 20 km in downstream is equal to time taken by boat to cover 10 km in upstream, then find the speed of the stream. Still water ഒരു ബോട്ടിന്റെ സ്പീഡ് 12 km/h ആണ്. 20 km downstream പോകാൻ എടുക്കുന്ന ടൈമും 10 km upstream പോകാൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ ആണ്. USD മെത്തേഡ് വെച്ച് നമുക്ക് അപ്സ്ട്രീം, ഡൗൺസ്ട്രീം, സ്റ്റിൽ വാട്ടർ സ്പീഡിന്റെ റേഷ്യോസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ടൈം ഈക്വൽ ആവുന്ന കേസാണ്. 20 km ഡൗൺസ്ട്രീം പോകാൻ എടുക്കുന്ന ടൈം തന്നെയായിരിക്കും 10 km അപ്സ്ട്രീം പോകാൻ എടുക്കുന്നത്. നമുക്കിപ്പോൾ ടൈം ഇക്വേറ്റ് ചെയ്യാം. ടൈം ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദൂരം ഭാഗം വേഗത ചെയ്താൽ മതിയല്ലോ ടൈം കണ്ടുപിടിക്കാൻ. അപ്പം the time taken by the boat to cover 20 km downstream എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് 20, downstream സ്പീഡ് d എന്ന് കൊടുക്കാം, is equal to time taken by the boat to cover 10 km upstream എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം? ദൂരം 10, വേഗത upstream use u എന്ന് കൊടുത്തു. സോ ഇതിനകത്തുനിന്ന് നമുക്ക് 2:1 റേഷ്യോ വരും. ദാറ്റ് ഈസ് 2u is equal to 1d അല്ലെങ്കിൽ u/d is equal to 1/2 എന്ന് വരും. ഡബിൾ ടൈം എടുക്കുന്നു അല്ലെ? മനസ്സിലായോ? അപ്പൊ u yes d ല് കൊടുക്കാം 20. The time taken by the boat to cover 20 km downstream is equal to time taken by the boat to cover 10 km upstream. Now, so 20/d is equal to 10/u എന്ന് കൊടുത്തു. 2 times u ആണ്, 1 times d. So u is to d 1:2 വന്നു. അപ്പൊ അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 1 ആണെങ്കിൽ ഡൗൺസ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 2 ആണ്. അപ്പൊ u d സ്പീഡ് ആണ്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ ഡയറക്റ്റ് കിട്ടി.
U എന്ന് പറഞ്ഞാലും D എന്ന് പറഞ്ഞാലും സ്പീഡാണ്. ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ഇത് 1.5 ആണ്. The speed of boat in still water is 12 km/h. അപ്പൊ USD വെച്ച് ചെയ്യുമ്പോൾ 1.5 എന്ന് പറയുന്നത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ USD മെത്തേഡ് അറിയാത്തവർ USD മെത്തേഡ് പഠിക്കാം കേട്ടോ. അപ്സ്ട്രീം സ്പീഡ്, സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ വാല്യൂ കാണിക്കും. സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. സോ റേഷ്യോയുടെ ഒറിജിനൽ അറിയണമെങ്കിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. സ്ട്രീമിന്റെ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. 0.5 വരും സ്ട്രീമിന്റെ സ്പീഡ് അല്ലെ. ഈ ഗ്യാപ്പ്, ഈ ഡിഫറൻസ് ആണ് സ്ട്രീമിന്റെ സ്പീഡ്. സോ 1.5 അറിയാം, 0.5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 1.5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.5 കിട്ടും. സോ 12നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ. ആൻസർ എന്ത് വരും? 4 കിലോമീറ്റർ പെർ അവർ. 4 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. The present age of A is 14 years more than B. 12 years ago, the ratio of age of A to that of B was 2:1. Then find the present age in years of A. Options 40, 30, 32, 44, 48. ബാങ്ക് എക്സാംസ് ആയത് നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. ഏജസിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് SBI ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രോബ്ലംസ് ഓൺ ഏജസ് കേട്ടോ. ഇനി പക്ഷേ എല്ലാ പാറ്റേണും കണ്ട് പരിചയമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാ പാറ്റേണും കണ്ട് പരിചയപ്പെടണം. പെർസെന്റേജിന്റെ റേഷ്യോ എന്നിട്ട് അത്രയും മറ്റേത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് കണ്ടിരിക്കണം. ഇവിടെ തന്നെ പെർസെന്റേജ് ഓഫ് A is 14 years more than B എന്ന് പറയുന്നുണ്ട്. ബിയേക്കാൾ 14 വയസ്സ് കൂടുതലാണ് എനിക്ക്. അത് പെർസെന്റേജ് എന്ന് മാത്രമല്ല, 12 വർഷം മുമ്പാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. രണ്ടുപേരുടെ ഏജിന്റെ വ്യത്യാസത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയായിട്ടുള്ള ഏജിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സും നമ്മളുമായിട്ടുള്ള നമ്മുടെ ബ്രദർ സിസ്റ്റേഴ്സ് ഏജ് ഡിഫറൻസ്, അത് എത്ര വർഷം കഴിഞ്ഞാലും മാറുന്നുണ്ടോ? എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന സാധനമാണ് ഏജ് ഡിഫറൻസ് അല്ലെ. അപ്പൊ എനിക്കും എന്റെ ബ്രദറിനും തമ്മിൽ 2 years ആണ് ഏജ് ഗ്യാപ്പെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും 2 years തന്നെ ആയിരിക്കും. ഇവിടെ എയും ബിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 14 വർഷം തന്നിട്ടുണ്ട്. അത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. 5 വർഷം മുമ്പോ 12 വർഷം മുമ്പോ 10 വർഷത്തിന് ശേഷമോ എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി എയും ബിയും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എയുടെ ഏജ് 2 ആണെങ്കിൽ ബിയുടെ ഏജ് 1 ആണ്. എപ്പോഴത് 12 years ago. 12 വർഷം മുമ്പ് 12 years ago, the ratio of age of A to that of B is 2:1. അങ്ങനെയാണ് നമ്മുടെ ഡിഫറൻസ് എന്ത് വരും? A minus B. 1 അല്ലേ, 2 1 നമ്മുടെ ഡിഫറൻസ് 1 അല്ലേ. സോ 1 എന്ന് പറയുന്നതാണ് 14. കാരണം ഏജ് ഡിഫറൻസ് 14. അത് എപ്പോഴായാലും 12 വർഷം മുമ്പാണെങ്കിലും 12 വർഷം ശേഷമാണെങ്കിലും ഒക്കെ 14. സോ ബിയുടെ 12 വർഷം മുമ്പുള്ള വയസ്സ് 14 എയുടെ 12 വർഷം മുമ്പുള്ള വയസ്സ് 28 ആണ്. ചോദ്യം ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് എ ആണ്. എക്ക് ഇപ്പോൾ ഒരു 12 വയസ്സും കൂടെ കൂടിയിട്ടുണ്ട്. കാരണം 12 വർഷം മുമ്പാണ് 28 വയസ്സ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ എ 40. കിട്ടിയോ? ഓപ്ഷൻ എ 40 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം ഏജസിന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ലെവലായിരുന്നു കേട്ടോ, ഈസി ലെവലായിരുന്നു. ആ ഏജ് ഡിഫറൻസിന്റെ കോൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് SBA ക്ലർക്കിന് SBA POയ്ക്കും ഒക്കെ ചോദിക്കുന്നത്. സോ അതിനൊന്ന് നോക്കി വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ. എഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ. ഇത് മാത്രം എപ്പോഴും രണ്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പ്രോഫിറ്റും ലോസും കൂടെ ചേർന്ന ഒരു ക്വസ്റ്റ്യനും ഡിസ്കൗണ്ട് ചേർന്ന ഒരു ക്വസ്റ്റ്യനും അല്ലെ. പ്രോഫിറ്റ് ലോസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, അതുപോലെ ഡിസ്കൗണ്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു ചോദ്യം വരുന്നത് പ്രോഫിറ്റും ലോസും ഡിസ്കൗണ്ട് അതിലെന്തെങ്കിലും കണക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ആവാം. അപ്പൊ ഈ മൂന്ന് ഏരിയാസ് ആണ് ഇതിനകത്തുള്ളത്. മെയിൻ ആയിട്ടും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കി. A shopkeeper marked price of an article at rupees 2450. അപ്പോൾ ആ ഷോപ്കീപ്പറിന്റെ ഒരു ആർട്ടിക്കിളിന്റെ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 2450 രൂപയാണ് അല്ലെ. He allows two successive discounts of 20% and X% on it. ആദ്യം ഒരു 20% ഡിസ്കൗണ്ട്, പിന്നെ ഒരു X% ഡിസ്കൗണ്ടും കൊടുത്തു. ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ 1470 രൂപയ്ക്കാണ് എന്നിട്ട് അയാൾ വിറ്റത്. അപ്പൊ ആ 2450 രൂപയ്ക്ക് ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. അതായത് ആ 1450 രൂപയുടെ 80% വിൽക്കാനായിട്ട് അയാൾ തീരുമാനിച്ചുള്ളൂ. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80% എടുത്തുള്ളൂ. പിന്നെ ഒരു X% കൊടുത്തു അല്ലെ. പിന്നെ ഒരു X% കൊടുത്തു. അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വൈകുന്നെടുക്കാം. കാരണം X എന്ന് പറയുന്ന അത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലല്ലോ. 100ന്ന് കുറച്ച് ആൻസർ അല്ലേ ഇവിടെ എഴുതണ്ടേ. ഇപ്പൊ X 10% നമുക്ക് ഇവിടെ 90 അല്ലേ എഴുതണ്ടേ, 15% 85 അല്ലേ എഴുതണ്ടേ. അതുകൊണ്ട് ഞാൻ വൈന്ന് എഴുതുക മാറിപ്പോവാണ്ടിരിക്കാനായിട്ട്. ബൈ 100. ഇതാണ് 1470. അപ്പൊ ഈ കണ്ടുപിടിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സിലോട്ട് എങ്ങനെയാ പോണേന്നേ. സോ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെയും 2 0 ഉണ്ട്, ക്യാൻസൽ ആയി. പിന്നെ 245ഉം 100 കൂടെ ക്യാൻസൽ ആയി. നമുക്ക് 245നെ 5 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 5 9 5. അതുപോലെ ഇവിടെ 20 കിട്ടും. അതുപോലെ 8നെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്താൽ 2 കിട്ടും. 20നെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്താൽ 5 കിട്ടും. സോ y എന്ന് പറയുന്നത് 1470 ഇൻറ്റു 5 ബൈ 49 ഇൻറ്റു 2 ആണ്. 49 ഇൻറ്റു 3 നോക്കേ, 27, 2 ഇഷ്ടം 12, 14 കറക്റ്റ് അല്ലേ. 3 അല്ലേ, 147. അപ്പൊ 30 വരും. അപ്പൊ ഇവിടെ 15 വരും. 15 ഇൻറ്റു 5 75 വരും. y 75 കിട്ടിയ ഉടനെ ആൻസർ 75 എന്ന് പറയുന്നത്. ഈ 75 ഇവിടെ കിട്ടിയെങ്കിൽ 100 മൈനസ് എത്രയാണ്, 25 ആണ് 75. അപ്പൊ X% എന്ന് പറയുന്നത് 25% ആണ്. അപ്പൊ 25% കുറഞ്ഞതാണ് 75. കാരണം ഇവിടെ 80 അല്ലേ നമ്മൾ ഇട്ട്, 20 അല്ലല്ലോ ഡയറക്റ്റ് ഇട്ട്. 100 മൈനസ് 20 അല്ലേ ഇവിടെ ഇട്ട്. അപ്പൊ ഇത് 100 മൈനസ് എന്താ, 25 ആണ്. 100 മൈനസ് 25 ആണ് 75. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി 25%. അപ്പൊ കിട്ടുന്ന ആൻസർ 100ന് സബ്ട്രാക്ട് ചെയ്താലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? ഏറ്റവും ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Next question. The average of 25 numbers is 90, and when one new number added in these 25 numbers, the average increased by 5. Find a new number. അപ്പൊ ഇത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തൽക്കാലം നമുക്ക് നിർത്താം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സെക്ഷൻ എപ്പോഴും എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.